ഹലോ ഗൈസ്, മോട്ടോ വൈബ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അടുത്തൊരു കമ്പാരിറ്റീവ് വീഡിയോ അല്ല, ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തില്ലേ, അതേപോലെ നമ്മുടെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും എന്നാൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അത് 2009 നമ്മുടെ ഹോണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത ജാസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വണ്ടികളിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഹോണ്ടയുടെ ജാസ്. നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് പോവാം. 1998 കാലങ്ങളിലാണ് ഹോണ്ട ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. 2009 പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൻ്റെ കാറ്റഗറിയിൽ ഹോണ്ട ജാസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. 2009 ഹോണ്ട ജാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോമ്പറ്റീറ്ററായിട്ട് മെയിനായിട്ട് നിന്നത് ഹുണ്ടായുടെ i20 എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആയിരുന്നു. അന്ന് പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഹോണ്ടയുടെ ഈ വണ്ടി ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് തന്നെയാണ്. ഹുണ്ടായുടെ i20 എന്ന് പറഞ്ഞ കാറ്റഗറി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹോണ്ടയുടെ ജാസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിന് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരുന്നത്. നമ്മളൊരു പ്രീമിയം ഹാച്ച് ബാക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീലേ ആയിരിക്കത്തില്ല നമ്മൾ ഈ വണ്ടി അകത്ത് കയറുമ്പോഴത്തേക്ക്. വണ്ടിയുടെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ, നമുക്ക് വണ്ടി യൂസ് ചെയ്യുമ്പോഴും എല്ലാം കുറച്ചും കൂടെ ഒരു MPV സെഗ്മെൻറ്റ്, ഒരു മിനി MPV എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടി ഇരിക്കുമ്പോൾ തന്നെ അപ്രൈറ്റ് പൊസിഷനിലാണ് നമ്മൾ ഒരു ഡ്രൈവർ ഇരുന്ന് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്. അന്നത്തെ സെഗ്മെൻറ്റ് MPV സെഗ്മെൻറ്റ് നമ്മുടെ ഇന്നോവയിലൊക്കെ ഒരു ഡ്രൈവർ ഫീൽ വരുന്ന രീതിയിൽ നമുക്ക് ഹോണ്ട ജാസിനകത്ത് ആ ഒരു സെയിം എക്സ്പീരിയൻസ് കിട്ടും. നമ്മളിപ്പോൾ ഈ കാണുന്ന മോഡൽ ആക്ച്വലി 2014 ശേഷം ഫേസ് ലിഫ്റ്റ് വന്നൊരു മോഡലാണ്. അതിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനും ഡിസൈനിങ് ഒക്കെ വേറൊരു രീതിയിലായിരുന്നു. 2014 ശേഷം നമ്മുടെ ഹോണ്ട ജാസിനകത്ത് LED ലൈറ്റും ഫോഗ് ലാമ്പും പിന്നെ അതുപോലെ തന്നെ അലോയ് വീൽസ് ഉൾപ്പെടെയുള്ള പല ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹോണ്ട ജാസിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻസ് സെഗ്മെൻറ്റ് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. സ്ലീക്ക് ലൈൻസും അതുപോലെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സും കാര്യങ്ങളും എല്ലാം അതൊരു വെറൈറ്റി തന്നെയാണ് നമ്മൾ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക്. i20 ഒരു സ്പോർട്ടി ഫീൽ തരുന്നുണ്ടെങ്കിലും ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് i20 നല്ലൊരു സ്പോർട്ടി ഫീലാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഇത് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റേഷൻ വാഗൺ ഒരു ഫീലാണ് നമുക്കൊരു ഔട്ടർ സൈഡിൽ കാണുമ്പോൾ തോന്നുന്നത്. 2009 ശേഷം 2021 വരെ, ആക്ച്വലി 2021, 2022 ആ തുടക്ക കാലഘട്ടങ്ങളിൽ വരെ ഹോണ്ട ജാസ് കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ 2 വേരിയൻ്റ് ആയിരുന്നു അന്ന് ഹോണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡീസൽ വേരിയൻറ്റും പെട്രോൾ വേരിയൻറ്റും. പുതിയ BS6-ൻ്റെ നോംസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി നിൽക്കുന്നതുകൊണ്ട് ഡീസൽ നിർത്തൽ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം ജാസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് BS6-ൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഡീസൽ വേരിയൻറ്റ് നിർത്തുന്നത് ഉൾപ്പെടെ തന്നെ പെട്രോൾ വേരിയൻറ്റും ഹോണ്ട ഒരുമിച്ച് തന്നെ നിർത്തി. ഡിസ്കണ്ടിന്യൂവേഷൻ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ അതാണ്. നമുക്കിനി ഇൻറ്റീരിയറിലേക്കൊന്ന് പോയി നോക്കാം. കാരണം ഹോണ്ട ജാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഫേമസ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് നമുക്ക് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടോൾ ബോയ് ഡിസൈനിൽ നിർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു കസ്റ്റമറിന് ഈസി ആയിട്ട് കയറിയും ഇറങ്ങാനും പറ്റും. അതുപോലെ തന്നെ വണ്ടിക്കകത്തുള്ള സ്പേസ് നമുക്കൊരു ഡ്രൈവറിന് ഫ്രീ ആയിട്ട്, ആക്ച്വലി നമുക്കൊരു കൺജസ്റ്റൻ ഇല്ലാതെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിൽ നമുക്കൊരു പാസഞ്ചർ ഇരുന്നാൽ കൂടി ഡ്രൈവറിന് ഫ്രീ ആയിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഒരു എന്താ പറയണ്ടേ, ഒരു അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്ന് നമുക്ക് വണ്ടി നല്ല വ്യൂവോട് കൂടി തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ്. അത് തന്നെയാണ്. നമ്മൾ ബാക്കിൽ പാസഞ്ചർ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ കൂടി, ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ കൂടി ഇനഫ് ആയിട്ടുള്ള നമുക്കൊരു ലെഗ് റൂം കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നീളമുള്ള ഒരാൾ ഫ്രണ്ടിൽ ഇരുന്നിട്ട് സീറ്റ് മാക്സിമം പുറകോട്ട് വന്നാൽ കൂടിയും നമുക്ക് ലെഗ് റൂമും കാര്യങ്ങളിലും നല്ല വൃത്തിയായിട്ട് നല്ല അത്യാവശ്യം കാലൊക്കെ നൂട്ട് വെച്ച് തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ അതുകണക്ക് തന്നെ നമുക്ക് 4 ഡോറിലും ഏകദേശം ഒരു 1 ലിറ്ററിൻ്റെ കുപ്പി വെക്കാൻ പറ്റുന്ന ഒരു ക്യാബിനുണ്ട്. അതിനകത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് കുപ്പിയും ഗ്ലാസ്സും എല്ലാം വെക്കാം. പക്ഷേ മറ്റേ i20 ഒക്കെ കണക്ക് ഫ്ലാപ്പിനകത്ത് കുറച്ച് നീളമുള്ള ഒരു ക്യാബിൻ വരത്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു 1 ലിറ്ററിൻ്റെ കുപ്പി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ക്യാബിൻ മാത്രമേ ഉള്ളൂ. ഗ്ലാസ് വെക്കാൻ പറ്റത്തില്ല. കപ്പ് ഹോൾഡറായിട്ട് നമുക്ക് സെൻറ്റർ കൺസോളിൽ ഒരു ക്യാബിൻ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും, കുപ്പിയും ഗ്ലാസ്സും ഒക്കെ അതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടബിൾ തന്നെയാണ്. നമുക്ക് ബാക്കിലിരുന്നാലും അത്യാവശ്യം ഒരു ലക്ഷറി ഫീലിൽ തന്നെ ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒരു റൈഡിങ്ങിൻ്റെ ഒരു ജെറ്റ് ലാഗോ അതായത് കാറിനകത്തിരുന്ന് നമുക്ക് ഒരു ക്ഷീണമോ അങ്ങനെയൊന്നും വരത്തില്ല. ലോങ് റൈഡൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു മിനി MPVയിൽ എങ്ങനെ പോകുന്നു, ഒരു MPV സെഗ്മെൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി ഇന്നോവ അങ്ങനെയൊക്കെ എങ്ങനെ പോകുന്നു, അതേപോലെ നമുക്ക് ഇതിനകത്ത് പോകാൻ പറ്റും.
ബൂട്ട് സ്പേസ് ആണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൊയോട്ടയുടെ ഒരു ക്യാമറി വരുന്ന മോഡൽസിനെ ആ ഒരു രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്ന ടൈപ്പിലൊരു ബൂട്ട് സ്പേസ് ആണ് ഹോണ്ട നമ്മുടെ ജാസിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നോർമലായിട്ടൊരു 386 ലിറ്റർ ആണ് ഇതിനൊരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിയർ 2 സീറ്റും ഫോൾഡബിൾ ആണ്. ഈ 2 സീറ്റും ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അത്യാവശ്യം ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 886 ലിറ്റർ വരെ നമുക്കിതിനകത്ത് കപ്പാസിറ്റി ഉണ്ട്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും ഡിസൈൻ ചെയ്ത ഹോണ്ടയ്ക്ക് ഇൻഫോർടൈൻമെൻറ്റും അതേപോലെ തന്നെ ടെക്നോളജി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാക്കിലോട്ട് ഒരു ഇഞ്ച് പോലും പോയിട്ടില്ല. കാരണം നമുക്ക് അത്യാവശ്യം ഒരു ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് വേണ്ടുന്ന ഒരു കാറിന് വേണ്ടുന്നുള്ള ഒരു 4 ഡോർ പവർ വിൻഡോ അങ്ങനത്തുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഹോണ്ടയിൽ. ഏറ്റവും ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, അതുപോലെ തന്നെ നമുക്ക് റിയർ ക്യാമും വിത്ത് പാർക്കിംഗ് സെൻസറും ആണ് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ക്ലസ്റ്ററിനകത്ത് RPM റീഡിങ്ങും മീറ്റർ, പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റലും അനലോഗും ആയിട്ടുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ക്ലസ്റ്ററാണ് വന്നേക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡാഷ്ബോർഡിൽ നമ്മുടെ AC കൺട്രോളൊക്കെ വരുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പ് എൻഡിൽ ടച്ച് ടൈപ്പ് സീരിയോയും കാര്യങ്ങളും എല്ലാമൊക്കെയാണ് വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ AC കൺട്രോളിങ്ങും അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ മാനുവൽ അല്ല, ടോപ്പ് എൻഡിൽ മാത്രമേ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് വരത്തുള്ളൂ. പക്ഷേ ടോപ്പ് എൻഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ടച്ചും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പുഷ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി റെഫറൻസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ സ്റ്റീരിയോ കൺട്രോൾ, അതുപോലെ തന്നെ കണക്ടിവിറ്റിയും കാര്യങ്ങളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ ആക്സസ് ചെയ്യാനുള്ളൊരു ഇത് സ്റ്റിയറിംഗിൽ കിട്ടും. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽസിനൊക്കെ വരുമ്പോഴത്തേക്കും ആക്ച്വലി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുമ്പം നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇതെല്ലാം നമുക്ക് ഹോണ്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഹോണ്ടയിൽ വരുന്നത് IVTEC എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻസ് വരുമ്പോൾ ഡീസൽ എഞ്ചിൻ വരുമ്പോൾ IVTEC എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ് വരുന്നത്. ഡീസൽ 1.5ഉം പെട്രോൾ 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഡീസൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4700 RPM 110 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് പെട്രോൾ എഞ്ചിൻ വരുമ്പോഴത്തേക്കും 88 bhp ഹോഴ്സ് പവർ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് അറൗണ്ട് മൈലേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് ലോങ് റൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ അറൈവ് ഫീച്ചേഴ്സ് പറയുന്നത് 17 മൈലേജ് കിട്ടുമെന്നാണ്. പക്ഷേ ഒരു സിറ്റി റൈഡിൽ നമുക്കൊരു ആവറേജ് ഒരു കസ്റ്റമർ യൂസ് ചെയ്ത് നമുക്കൊരു റിവ്യൂ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 14-15 വരെ ആണ് നമുക്ക് പെട്രോളിന് മൈലേജ് കിട്ടുക. പക്ഷേ ഡീസൽ വരുമ്പോഴത്തേക്കും നമുക്ക് അറൗണ്ട് ഒരു 18 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡീസൽ എഞ്ചിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും മൈലേജ് കുറച്ചുകൂടെ കൂടുതലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം പെട്രോൾ എഞ്ചിൻസ് കുറച്ച് കുറവായിരിക്കും. സിറ്റി റൈഡിലൊക്കെ വരുമ്പോഴത്തേക്കും 14 തന്നെ കൂട്ടിയാൽ മതി. കാരണം വേറൊന്നുമല്ല, പേഴ്സണലായിട്ട് ഞാനൊരു ജാസ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വൃത്തിക്കറിയാം. എൻ്റെ വണ്ടിക്ക് ജസ്റ്റ് 14 മൈലേജ് വരെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടുള്ളൂ. സിറ്റി റൈഡിന് 13 വരെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഓപ്പണായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, മൈലേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള കമ്പാരിറ്റീവ്ലി നോക്കുന്ന ഒരു മോഡൽസുമായിട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ബാക്ക്വേർഡ് ഒരു റിമാർക്ക് ബാക്കാണ് വരുന്നത് ഹോണ്ടയ്ക്ക്. റീസെയിൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ വെഹിക്കിൾസ് മാരുതി, ടൊയോട്ട അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു നാലാം സ്ഥാനമാണ് വരുന്നത്. ടൊയോട്ട, മാരുതി, അത് കഴിഞ്ഞിട്ട് ഹ്യുണ്ടായി, അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹോണ്ട വെഹിക്കിൾസ് വരത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റിയാണ്. എഞ്ചിൻ കപ്പാസിറ്റിന് പറയാൻ പറ്റാത്തത്രയും ഫീച്ചേഴ്സും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൊയോട്ടയുടെ എഞ്ചിൻ നമ്മൾ എങ്ങനെ കാണുന്നു അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഹോണ്ടയുടെ എഞ്ചിനും കാണാൻ പറ്റും. ഒരു 5 ലക്ഷം കിലോമീറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട് വണ്ടിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മേജർ സർവീസ്, കറക്റ്റ് പ്രോപ്പർ സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എഞ്ചിൻ ഒരു 5 ലക്ഷം കിലോമീറ്റർ വരെ ഒരു കുഴപ്പമില്ലാതെ സഞ്ചരിക്കാൻ പറ്റും. ഇത് തന്നെ ജസ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താലും അത്രയും സ്മൂത്ത് ആയിരിക്കും വണ്ടി. പെർഫോമൻസ് ഒരു ബാക്ക്വേർഡും കാര്യങ്ങളും ഒന്നും കാണത്തുമില്ല. 2009 ഇൻട്രൊഡ്യൂസ് ചെയ്തിടം തൊട്ട് സേഫ്റ്റി ഫീച്ചേഴ്സിന് ഒട്ടും ബാക്ക്വേർഡ് വരുത്താത്തൊരു മോഡലാണ് ഹോണ്ട. ഹോണ്ടയ്ക്കുള്ള മിക്ക വാഹനങ്ങൾക്കും സേഫ്റ്റി ഫീച്ചേഴ്സ് ഏറ്റവും ടോപ്പ് എൻഡിൽ തന്നെ എയർ ബാഗും കാര്യങ്ങളും അന്നേ വരുന്നുണ്ട്. ജാസിന് നോക്കുമ്പോഴും സെയിം ഇതാണ്. 2009 തൊട്ട് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിന് എയർ ബാഗും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ 2017 ശേഷമുള്ള വെഹിക്കിൾസിനകത്ത് ഏതൊരു അറൗണ്ട് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് ഡുവൽ എയർ ബാഗും കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്. 18 ശേഷം നമുക്ക് ഒരു മേജർ അപ്ഗ്രേഡ് തന്നെ ഹോണ്ട വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് LED ഹെഡ് ലാംപ്സ്, പ്രൊജക്ടർ ലൈറ്റ്സ്, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും ക്രൂസ് കൺട്രോളും അഡീഷണൽ ആയിട്ട് ജാസിനകത്ത് വരുത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് മേജറായിട്ടുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്രീമിയം ഹാച്ച് ബാക്ക് നോക്കുന്ന ഒരു കസ്റ്റമേഴ്സിന് മെയിനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു മോഡൽ തന്നെയാണ് നമ്മുടെ ഹോണ്ട ജാസ്. കാരണം സ്പേസും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു I20 അല്ലെന്നുണ്ടെങ്കിൽ ബലനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി കൂടുതലാണ് നമുക്കിതിന് വരുന്നത്. ബൂട്ട് സ്പേസ് തന്നെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ ബലനോയും നമ്മുടെ ഹോണ്ട ജാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബലനെക്കാട്ടി 36 ലിറ്റർ കൂടുതലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് മാത്രം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പം നിങ്ങളിപ്പം ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വെക്കുകയാണെന്ന് നമുക്കൊരു ബലനോ 2017 ബലനോയും 2017 ജാസും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2017 ബലനെക്കാട്ടി അറൗണ്ട് ഒരു 1 lakh ഡിഫറൻസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാവുന്നേ ഉള്ളൂ. ഫൈനൽ ചോയ്സ് നിങ്ങളുടെ തന്നെയാണ്.
നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരു മൈലേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫേവർ അനുസരിച്ച് ചൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓപ്ഷൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും നല്ലൊരു ഓപ്ഷൻ തന്നെ. അതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ സ്പേസും അത്യാവശ്യം ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വണ്ടിയാണ് ഹോണ്ടയുടെ ജാസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട ജാസിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളൊരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചോയ്സിനകത്ത് ഇതും കൂടെ അഡീഷണൽ ആയിട്ട് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് ആയിട്ട് വരും. കാരണം കുറച്ചും നിങ്ങൾക്ക് കയ്യിലുള്ള ബഡ്ജറ്റിനെക്കാട്ടി ഒതുങ്ങുന്ന അത്യാവശ്യം സ്പേസ് ഉള്ള ലോങ് റൈഡിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ഫാമിലി വണ്ടി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സെഗ്മെൻറ്റ് വണ്ടിയായിട്ടായിരിക്കും ഞാൻ വരുന്നത്. നിങ്ങൾക്ക് അപ്പം കുറച്ചും കൂടെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതേപോലത്തുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ പെട്ടെന്ന് കിട്ടാൻ തന്നെ നമുക്ക് താഴത്തുള്ള ബെല്ലൈക്കണിൽ കൂടി അമർത്തുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.